ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. വചനം 1. ഇഖ്റ ഓതുക, വായിക്കുക. ബിസ്മി റബ്ബിക നിന്റെ റബ്ബിന്റെ നാമത്തിൽ. അല്ലദീ ഖലഖ സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ ഓതുക. ഖലഖൽ ഇൻസാന മിൻ അലഖ്. വചനം 2. ഖലഖ അവൻ സൃഷ്ടിച്ചു. അൽ ഇൻസാന മനുഷ്യനെ. മിൻ അലഖിൻ രക്തപിണ്ഡത്തിൽ നിന്ന്. മനുഷ്യനെ അവൻ രക്തപിണ്ഡത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. ഇഖ്റ വറബ്ബുകൽ അക്രം. വചനം 3. ഇഖ്റ ഓതുക, വായിക്കുക. വറബ്ബുക നിന്റെ റബ്ബ്. അൽ അക്രം ഏറ്റവും ഉദാരനാണ്, അതിമാന്യനാണ്. ഓതുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും ഉദാരൻ അഥവാ മാന്യൻ ആകുന്നു. അല്ലദീ അല്ലമ ബിൽ ഖലം. വചനം 4. അല്ലദീ അല്ലമ പഠിപ്പിച്ചവൻ. ബിൽ ഖലം പേന കൊണ്ട് പഠിപ്പിച്ചവനാണ്. അല്ലമൽ ഇൻസാന മാ ലം യഅലം. വചനം 5. അല്ലമൽ ഇൻസാന മനുഷ്യനു അവൻ പഠിപ്പിച്ചു. മാ ലം യഅലം അവൻ അറിയാത്തത്. അതെ, മനുഷ്യനെ അവൻ അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ. വചനം 6. കല്ല വേണ്ട. ഇന്നൽ ഇൻസാന നിശ്ചയമായും മനുഷ്യൻ. ലയത്ഗാ അതിരുവിടുക തന്നെ ചെയ്യുന്നു, ധിക്കരിക്കുക തന്നെ ചെയ്യുന്നു. വേണ്ട, നിശ്ചയമായും മനുഷ്യൻ അതിരുവിട്ടുകളയുന്നു. അർറആഹു ഇസ്തഗ്നാ. വചനം 7. അർആഹു അവൻ തന്നെ കണ്ടതിനാൽ. ഇസ്തഗ്ന താൻ ധന്യനായി എന്ന്, ഐശ്വര്യപ്പെട്ടു, അനാശ്രയിയായി എന്ന്. അവൻ അവനെ സ്വയം ധന്യനായിരിക്കുന്നുവെന്നു കണ്ടതിനാൽ. ഇന്ന ഇലാ റബ്ബികർ റുജ്ആ. വചനം 8. ഇന്ന ഇലാ റബ്ബിക നിശ്ചയമായും നിന്റെ റബ്ബിങ്കലേക്കാണ്. അർറുജ്അ മടക്കം. മനുഷ്യ, നിശ്ചയമായും നിന്റെ റബ്ബിങ്കലേക്കത്രേ മടക്കം. അറഅയ്തല്ലദീ യൻഹാ. വചനം 9. അറഅയ്ത നീ കണ്ടുവോ. അല്ലദീ യൻഹ നിരോധിക്കുന്നവനെ. നീ കണ്ടുവോ വിരോധിക്കുന്നവനെ. അബ്ദൻ ഇദാ സല്ലാ. വചനം 10. അബ്ദൻ ഒരു അടിയാനെ, അടിമയെ. ഇദാ സല്ല അദ്ദേഹം നമസ്കരിക്കുമ്പോൾ. അതെ, ഒരു അടിയാനെ വിരോധിക്കുന്നവനെ അദ്ദേഹം നമസ്കരിക്കുമ്പോൾ. വിശുദ്ധ ഖുർആനാകുന്ന വേദഗ്രന്ഥം ഓതിത്തുടങ്ങുവാനുള്ള കൽപ്പനയാണിത്. ഓത്ത് ആരംഭിക്കുന്നത് അള്ളാഹുവിന്റെ നാമത്തിലായിരിക്കണമെന്നും കൽപ്പിക്കുന്നു. എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചതിനെക്കുറിച്ച് ആദ്യം പൊതുവിൽ പ്രസ്താവിച്ച ശേഷം മനുഷ്യനെ രക്തക്കട്ടയിൽ നിന്ന് സൃഷ്ടിച്ചതിനെ പ്രത്യേകം എടുത്തു പറഞ്ഞ് അവന്റെ ഉത്ഭവത്തെപ്പറ്റി ചിന്തിപ്പിക്കുന്നു. അങ്ങനെ അവനെ സൃഷ്ടിച്ചുണ്ടാക്കിയ അതേ റബ്ബ് തന്നെയാണ് ഈ വേദഗ്രന്ഥം അവതരിപ്പിക്കുവാൻ പോകുന്നതെന്നും അതിനാൽ അവന്റെ സൃഷ്ടിയും അവന്റെ രക്ഷാകർതൃത്വത്തിൽ നിലകൊള്ളുന്നവനുമായ മനുഷ്യൻ അതിനെ സ്വാഗതം ചെയ്യേണ്ടതുണ്ടെന്നും സൂചിപ്പിക്കുന്നു. അനന്തരം വേദഗ്രന്ഥം പാരായണം ചെയ്യുവാൻ
ഒന്നുകൂടി കൽപ്പിച്ചുകൊണ്ട് ആ രക്ഷിതാവ് ഏറ്റവും ഉദാരനായ അതിമാന്യനാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതെ, അവന്റെ ഔദാര്യവും മാന്യതയും നിമിത്തമാണ് ഈ വേദഗ്രന്ഥം നൽകുന്നതും പേന കൊണ്ട് മനുഷ്യർക്ക് പഠിക്കുമാറാക്കിയതും അവർക്കറിഞ്ഞുകൂടാത്ത എത്രയോ കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചതും. മനുഷ്യന് അറിവ് സമ്പാദിക്കുവാൻ മാർഗങ്ങൾ പലതും അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും അവയിൽ മുഖ്യമായ ഒന്നത്രേ എഴുത്തും വായനയും ശീലിക്കുവാനുള്ള ഉപകരണമാകുന്ന പേന. വേദഗ്രന്ഥത്തിൽ ഒന്നാമതായി അവതരിച്ച ദിവ്യ സന്ദേശത്തിൽ വേദഗ്രന്ഥം വായിക്കുവാൻ കൽപ്പിക്കുന്നതോടൊപ്പം തന്നെ പേനയുടെ കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നതോർക്കുമ്പോൾ എഴുത്തിനും വായനയ്ക്കും സത്യവിശ്വാസികൾ എത്രമാത്രം വില കൽപ്പിക്കേണ്ടതുണ്ടെന്ന് അനുമാനിക്കാമല്ലോ. ഖത്താദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ചെറുവാക്യത്തിൽ പേനയുടെ പ്രാധാന്യം അദ്ദേഹം വിവരിക്കുന്നത് ഇങ്ങനെയാണ്: പേന അള്ളാഹുവിൽ നിന്നുള്ള ഒരു അനുഗ്രഹമാണ്. അതില്ലായിരുന്നുവെങ്കിൽ ഒരു മതവും നിലനിൽക്കുകയില്ല, ഒരു ജീവിതവും നന്നായി തീരുകയുമില്ല. മതദൃഷ്ട്യാ നോക്കുമ്പോൾ എഴുത്തും വായനയും അഭ്യസിക്കുന്നതിന് ഇസ്ലാമിനോളം സ്ഥാനം കൽപ്പിക്കുന്ന മറ്റൊരു മതമില്ലെന്ന് തീർച്ചയാണ്. സന്ദർഭവശാൽ ഒരു വസ്തുത ഇവിടെ ഉണർത്തിക്കൊള്ളട്ടെ. എഴുത്തും വായനയും എന്ന് പറയുമ്പോൾ ഇന്ന് മുസ്ലിങ്ങളിൽ തന്നെ മിക്കവരുടെയും ഹൃദയത്തിൽ ഖുർആനെക്കുറിച്ചോ അതിൻ്റെ ഭാഷയായ അറബിയെക്കുറിച്ചോ ഓർമ്മ വരാറില്ല. പ്രാദേശിക ഭാഷകളോ മാതൃഭാഷയോ അല്ലെങ്കിൽ പൊതുരംഗത്ത് പ്രചാരത്തിലിരിക്കുന്ന ചില ഭാഷകളും കൂടിയോ മാത്രമേ അവരുടെ ആലോചനയ്ക്ക് വിഷയമാകുന്നുള്ളൂ. ഇതേ ഖുർആൻ വാക്യങ്ങളും മറ്റും ഉദ്ധരിച്ചുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ അക്ഷരജ്ഞാനത്തെക്കുറിച്ച് പ്രസംഗങ്ങളും മറ്റും നടത്തിയേക്കുകയും ചെയ്യും. വാസ്തവത്തിൽ മാതൃഭാഷയിലും ജീവിതത്തിൽ അതത് കാലത്ത് അത്യാവശ്യമായി തീരുന്ന ഇതര ഭാഷകളിലും അക്ഷരജ്ഞാനം കരസ്ഥമാക്കുന്നതിന്റെ ആവശ്യകത വിസ്മരിച്ചുകൂടാ. അതേ സമയത്ത് മുസ്ലിങ്ങളെന്ന നിലക്ക് മുസ്ലിങ്ങൾ അതിനേക്കാളേറെ പരിഗണന നൽകേണ്ടത് ഖുർആനിനും അതിന്റെ ഭാഷയ്ക്കുമാണ്. ഖുർആന്റെ അക്ഷരങ്ങൾ നോക്കി വായിക്കുവാൻ മാത്രം പഠിച്ച് തൃപ്തിയടയുകയും അതിന്റെ അർത്ഥത്തെയും ഭാഷയെയും സംബന്ധിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നവരാണ് ഇന്ന് ഭൂരിഭാഗം മുസ്ലിങ്ങളുമെന്നത് വളരെ ഖേദകരമത്രേ. അറബി ഭാഷയുടെ പ്രചാരകന്മാരായി ഇക്കാലത്ത് രംഗപ്രവേശനം ചെയ്തിട്ടുള്ളവരിൽ പോലും അതൊരു ലോകഭാഷയെന്നോ സാഹിത്യ ഭാഷയെന്നോ ഉള്ള നിലക്കല്ലാതെ ഖുർആന്റെയും ഇസ്ലാമിന്റെയും ഭാഷ എന്ന നിലക്ക് അതർഹിക്കുന്ന സ്ഥാനം നൽകാത്തവരുണ്ടെന്നുള്ളതും ഇക്കാലത്ത് ദുഃഖകരമായ ഒരു പരമാർത്ഥമാകുന്നു. പ്രഥമദൃഷ്ടിയിൽ മനുഷ്യൻ ഈ ലോകത്ത് സ്വതന്ത്രനായി വിടപ്പെട്ടിരിക്കുകയായതുകൊണ്ട് തന്റെ കാര്യത്തിന് താൻ തന്നെ മതി, മറ്റൊരാളുടെയും ആശ്രയം തനിക്ക് വേണ്ടതില്ല, ആരോടും തനിക്ക് ഉത്തരവാദിത്വവുമില്ല എന്നിങ്ങനെയുള്ള നാട്യത്തിലാണ് അവൻ. ഈ തെറ്റായ ധാരണ നിമിത്തം അവൻ നേരും നിറയും തെറ്റി സ്രഷ്ടാവിനെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ബോധമില്ലാതെ ധിക്കാരം കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാട്യവും ധാരണയും അവൻ വിട്ടേക്കട്ടെ. അവന്റെ രക്ഷിതാവായ അള്ളാഹുവിങ്കലേക്ക് എല്ലാവരും മടങ്ങി വരാതിരിക്കയില്ല. അവന്റെ മുമ്പിൽ അവൻ കൈകെട്ടി ഉത്തരം പറയേണ്ടതായും വരും. ആകയാൽ ഓരോരുത്തരും അതിരു കവിയാതെ താൻ എങ്ങനെ ചരിക്കണമെന്ന് ആലോചിച്ചുകൊണ്ട് മുറപ്രകാരം നടന്നുകൊള്ളട്ടെ എന്ന് സാരം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരു സംഭവം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി മുതലായവർ ഇപ്രകാരം ഉദ്ധരിക്കുന്നു: അബൂജഹൽ ചോദിച്ചു, നിങ്ങളുടെ ഇടയിൽ വെച്ച് മുഹമ്മദ് അവന്റെ മുഖം മണ്ണിൽ വെക്കാറുണ്ടോ? ഉണ്ട് എന്ന് പറയപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞു, ലാത്തയും ഉസ്സയും തന്നെയാണ് സത്യം. അവനത് ചെയ്യുന്നത് ഞാൻ കണ്ടാൽ നിശ്ചയമായും അവന്റെ പിരടിക്ക് ഞാൻ ചവിട്ടും, അവന്റെ മുഖം ഞാൻ മണ്ണിൽ പുരളിക്കുകയും ചെയ്യും. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ അവൻ പിരടിക്ക് ചവിട്ടുവാനായി ചെന്നു. അപ്പോഴേക്കും അവൻ അതേ ചെന്ന കാലിൽ തന്നെ പെട്ടെന്ന് മടങ്ങുകയും കൈകൊണ്ട് തടുക്കുകയും ചെയ്തു. തനിക്കെന്തു പറ്റിയെന്ന് ചോദിക്കപ്പെട്ടു. അവൻ പറഞ്ഞു, എനിക്കും അവനുമിടയിൽ ഒരു അഗ്നിയുടെ കിടങ്ങും കുറെ ഭയാനക വസ്തുക്കളും ചിറകുകളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവൻ എന്നോട് അടുത്തു വന്നിരുന്നെങ്കിൽ മലക്കുകൾ അവനെ ഓരോരോ അവയവമായി റാഞ്ചിയെടുക്കുമായിരുന്നു. ഇതുപോലെ വേറെയും നിവേദനങ്ങൾ ഈ വിഷയത്തിൽ കാണാം. ഈ അടിസ്ഥാനത്തിൽ അടുത്ത വചനങ്ങളിൽ സൂചിപ്പിക്കുന്നത് അബൂജഹലിനെയും പ്രസ്തുത സംഭവത്തെയുമാണെന്ന് പല മുഫസ്സിറുകളും പറയുന്നു. ഒരു അടിയാൻ നമസ്കരിക്കുമ്പോൾ അദ്ദേഹത്തെ വിരോധിക്കുന്ന ആളെ നീ കണ്ടുവോ? എന്താണ് അവന്റെ നില?